നമസ്കാരം. കൽഷ മീഡിയയിലേക്ക് സ്വാഗതം. ജൂൺ 1 ചെയ്ത മഴക്കെടുതിയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാം തീയതി പെയ്തിട്ടുള്ള മഴ വളരെ ശക്തമായ മഴയാണ്. അരമണിക്കൂറോളം നീണ്ടു നിന്ന മഴയാണ് ഇവിടെ പാവർട്ടി സെൻറ്ററിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വെള്ളം കയറിയിട്ട് രാവിലെ 9:30 മണിക്ക് കട തുറക്കാൻ വേണ്ടി വ്യാപാരികൾ വരുന്ന സമയത്ത് ഒരു 10 മണിക്ക് ഒരു നല്ല ശക്തമായ മഴ പെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു തോർച്ച കഴിഞ്ഞിട്ട് വീണ്ടും 11 മണിക്ക് അത്തരത്തിൽ 2 മഴകളാണ് അടുത്തടുത്തായിട്ട് ശക്തമായ മഴയുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും രൂക്ഷമായ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാന കാരണം മുൻപും ഇവിടെ മഴയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമെങ്കിലും അത് കാന വൃത്തിയാക്കാത്ത അവസരങ്ങളിൽ മാത്രമാണ് ഇത്തരം രൂക്ഷമായ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാറുള്ളൂ. മഴക്കാലത്തിന് മുമ്പായിട്ട് ഈ ആഴമേറിയ കാനകൾ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ ആ മഴക്കാലത്ത് ഇത്തരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് പാവർട്ടിയിൽ അനുഭവപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഇവിടെ നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളുടെ അനന്തരഫലമായിട്ടാണ് പാവർട്ടിയിൽ 2018 പ്രളയകാലത്ത് കാണാത്ത രീതിയിലുള്ള അത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് താഴ്ചയും വീതിയും ഉണ്ടായിരുന്ന പഴയ കാനകളെല്ലാം തല്ലിപ്പൊളിച്ച് 2 അടി വീതിയും 2 അടി താഴ്ചയും മാത്രമുള്ള ചെറിയ കാനകളാക്കി ചുരുക്കി അതിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ച ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ പാവർട്ടി സെൻറ്ററിൽ നടന്നിട്ടുള്ളത്. അതിനെതിരെ നിരന്തരമായി വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും പരാതികൾ സമർപ്പിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളോ അല്ല അന്വേഷണങ്ങളോ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ കടകളിൽ വെള്ളം കയറുന്ന രീതിയിലുള്ള അവസ്ഥ സംജാതമായിട്ടുള്ളത്. കൂടാതെ പാവർട്ടിയിലെ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നിരവധി കയ്യേറ്റങ്ങൾ ഇതിനു മുമ്പ് നടന്ന സർവേകളിലെല്ലാം സഖാവ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും അതിനു മുമ്പും അതുപോലെ തന്നെ മന്ത്രി മുനീർ സാഹിബ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്തെല്ലാം ഇവിടെ സർവേ നടത്തിയിട്ടുള്ളതാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നിരവധി കയ്യേറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി അത് ഒഴിപ്പിക്കാനുള്ള നടപടികളൊന്നും തന്നെ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അത് മുന്നണികളോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ല ഇവിടെ പറയുന്നത്. അന്ന് ഭരണത്തിൽ ആരായിരുന്നോ അവരതിനുള്ള നടപടി മുൻപ് ആളുകൾ നടപടി എടുക്കാത്തതിന് കാരണമായിട്ടാണ് ഇത്തരത്തിലുണ്ടായിട്ടുള്ളത്. വീതി കുറഞ്ഞ ചെറിയ കാനകളിലൂടെ വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നതാണ് നിങ്ങൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. 2 അടി താഴ്ചയും 2 അടി വീതിയും മാത്രമുള്ള ഇത്തരം കാനകളിലൂടെ വെള്ളം റോഡിൻ്റെ മുകളിലുള്ള വെള്ളം അതിലേക്ക് ഒഴുകിപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ചെറിയ കാനയായതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി വെള്ളക്കെട്ടുണ്ടായിട്ടാണ് മിക്കവാറും കടകളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അവസ്ഥ, ഇത് ചെറിയ കാന ഈ വെള്ളപ്പൊക്കത്തിന് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വെള്ളക്കെട്ടിന് പരിഹാരമല്ല എന്ന് നിരവധി തവണ പരാതിയായിട്ടും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാതെ ഇത് ശരിയായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന രീതിയിൽ കരാറുകാർക്ക് കാശ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ ഗൂഢാലോചന നടത്തി പെട്ടെന്ന് പണി തീർത്തതുപോലെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എത്ര വലിയ ആളുകളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ അണികളാണെങ്കിലും അതെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ നിയമ നടപടി അവർക്കെതിരെ സ്വീകരിക്കണമെന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. കച്ചവടക്കാർക്കും മറിച്ചൊരു അഭിപ്രായമല്ല ഉള്ളത്. ഇവിടുത്തെ ഇരു വ്യാപാരി സഹകരണ സംഘങ്ങളും ഇതിനെതിരെ ചില പ്രക്ഷോഭങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ രോഷം അല്ലെങ്കിൽ ആ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ചില പരിമിതമായ ചില വിഷയങ്ങൾ മാത്രമാണ് അതിലൊന്നും എടുത്തു പറയാനുള്ളത്. പൊടിശല്യം മൂലം വ്യാപാരികൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വ്യാപാരി വ്യവസായിയുടെ ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഒരു സംഘടന പഞ്ചായത്തിന് പരാതി കൊടുക്കുകയും ഉടനെ തന്നെ പഞ്ചായത്ത് ഇടപെട്ടിട്ട് അത് കരാറുകാർക്ക് ഗുണമാകുന്ന രീതിയിലാണ് പ്രവർത്തനം നടന്നിട്ടുള്ളത്. കാരണം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ പൊതു താൽപര്യ ഹർജി നിലനിൽക്കെ എളുപ്പത്തിൽ കരാറുകാർക്ക് പണി തീർത്ത് കാശ് വാങ്ങിക്കൊടുക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ആ പ്രതിഷേധം ഇടയായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. പൊടിശല്യമായിരുന്നില്ല ഇവിടുത്തെ വില്ലൻ. ഇവിടെ വിഷയമായിട്ടുള്ളത് അനധികൃതമായ കയ്യേറ്റങ്ങൾ, അത് പള്ളിയായാലും അമ്പലങ്ങളായാലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശമായാലും അത് സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ അത് വിട്ടുകൊടുക്കുക തന്നെ വേണം. ഇത്രകാലം അത് കൈവശം വെച്ച് അനുഭവിച്ചത് തന്നെ അത് അവരിൽ നിന്ന് കിട്ടിയ ഔദാര്യമായി കണക്കാക്കി റോഡ് വികസിക്കുന്നതോടെ കച്ചവടക്കാർക്ക് മാത്രമല്ല അതിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും
ആംബുലൻസിൽ യാത്ര ചെയ്യുന്ന രോഗികൾക്കുമെല്ലാം വളരെ ആശ്വാസമാകുന്ന ഒരു സംഭവത്തെയാണ് ചില തൽപര കക്ഷികൾ ഇടപെട്ട് ചില ഭൂമാഫിയയുടെ ഏജന്റുമാരാണെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു മാഫിയ പാവറട്ടിയിൽ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ നാട്ടുകാരിൽ നിന്ന് ആക്ഷേപമുയരുന്നുണ്ട്. പല ബിൽഡിങ്ങുകളുടെയും നിർമ്മാണ പ്രവൃത്തിയിൽ അപാകത കാണിച്ച് പഴയ മെമ്പർമാർ, പാവറട്ടിയിലെ ചില മെമ്പർമാരുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയും അത് തീർപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ പാവറട്ടിയുടെ പാവറട്ടി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുള്ള ചില മെമ്പർമാരുടെ ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാർ മാത്രം ഇത് വേദനിപ്പിച്ചാൽ മതി. ഒരുപാട് മെമ്പർമാരുടെ ഭർത്താക്കന്മാരുണ്ട്. അവർ ഇടപെടാതെ, പാവറട്ടിയുടെ ഭരണപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവരുടേതായ കാര്യം നോക്കുന്ന നിരവധി മെമ്പർമാർ പാവറട്ടിയിലുണ്ട്. അവർക്കൊന്നും എൻ്റെ വാക്കുകൾ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിനെതിരെ പ്രവർത്തിച്ച, ഈ മാഫിയയുടെ ലിങ്കായി പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രമാണ് എൻ്റെ ഈ സംസാരത്തിൽ നിന്ന് വേദന വരേണ്ടതുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് അവസാനമായി സ്ഥാപിച്ചിട്ടുള്ള സ്ലാബിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ജാലി, അതായത് അതിൻ്റെ ഗ്രില്ലിൽ നിന്ന് വരുന്ന വെള്ളക്കെട്ടാണ്. ഈ അശാസ്ത്രീയമാണ് എന്ന് നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ താൽക്കാലികമായി ഫണ്ട് കൈക്കലാക്കാൻ വേണ്ടി ചെയ്ത ഒരു തട്ടിപ്പ് പരിപാടിയാണ്, ഒരു തരികിട പരിപാടിയാണ്. ചില സ്ലാബുകളെല്ലാം എടുത്തു മാറ്റിയിട്ട് അതിന് പകരമായി അവിടെ ഇത്തരത്തിലുള്ള ഈ ഇരുമ്പിൻ്റെ കമ്പികൾ കൊണ്ടുള്ള ഈ ഗ്രില്ല് സ്ഥാപിച്ചത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഹോൾ ഇടാൻ പറ്റാത്ത ഒരു അശാസ്ത്രീയ ഇതിൻ്റെ കാരണമായിട്ട് ഹോൾ ഇടാൻ ഒരു സാധിച്ചിട്ടില്ല സൈഡിലൂടെ. അപ്പോൾ ഹോൾ ഇടാത്തതിൻ്റെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ ഇത്തരത്തിൽ കമ്പി കൊണ്ടുള്ള ഈ ജാലി ഇവിടെ വെച്ചിട്ടുള്ളത്. ആ കമ്പി കൊണ്ടുള്ള ആ ഗ്രില്ലിലൂടെയാണ് നിരവധി കടകളിലേക്ക്, അതിൻ്റെ ഏതെല്ലാം കടകളുടെ മുന്നിൽ കമ്പി കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രില്ല് സ്ഥാപിച്ചിട്ടുണ്ടോ അതിലൂടെയാണ് ആദ്യമായി വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മഠത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ആ കാനയുടെ വർക്ക് നിർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് വെള്ളം ഇരച്ച് കയറിയിട്ടാണെന്ന് പറയപ്പെടുന്നു. അവിടുത്തെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ മതിൽ 1-ാം തീയതി മറിഞ്ഞു വീണതെല്ലാം നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ അത് സ്കൂൾ ദിനം അല്ലാത്തത് കൊണ്ട്, അതായത് 3-ാം തീയതിയാണ് സ്കൂൾ തുറന്നത് എന്നതുകൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ചിലരുടെ ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ഇടപെടൽ മൂലമാണ് PWD ആയാലും അതുപോലെ തന്നെ സർവേ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇപ്പോഴത്തെ കരാറുകാരാണെങ്കിലും ഇവരെ ഹൈജാക്ക് ചെയ്യുന്ന എന്തോ ഒരു ശക്തി പാവറട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സമയത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ, അതായത് ആ സർവേ നടക്കുമ്പോൾ തന്നെ പാവറട്ടിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വലിയ ഒരു അപകടമാണ്. തലനാരിഴക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തലനാരിഴക്കാണ്ട് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം സ്കൂളിൻ്റെ അവധി ദിനമായിരുന്നില്ല. 1-ാം തീയതി സാധാരണത്തെ പോലെ സ്കൂൾ തുറക്കുകയായിരുന്നെങ്കിൽ കുട്ടികളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്കായിരിക്കും. കൂടാതെ ഈ പാവറട്ടിയിലെ വെള്ളമെല്ലാം കടന്നു പോകുന്നത് ഈ കാണുന്ന പൂച്ചേരി റോഡിലൂടെയുള്ള, പൂച്ചേരി റോഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് MG റോഡ് എന്നാണ്. മഹാത്മാഗാന്ധി റോഡ് എന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റോഡിലൂടെയാണ്. ഇതിപ്പോൾ റോഡാണോ തോടാണോ എന്ന് നിങ്ങൾക്ക് വിഷ്വൽ കാണുമ്പോൾ സംശയമുണ്ടാവും. സംശയിക്കേണ്ട കാര്യമില്ല. അത് മെയിൻ റോഡിലേക്ക്, തരകൻ സ്റ്റോർസ് എന്ന കടയിലേക്കുള്ള ആ MG റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞങ്ങൾ ആ പെരുമഴയത്ത് അന്വേഷണമായിട്ട് നടന്നപ്പോൾ പാവറട്ടി സെൻറ്ററിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ വെള്ളം ഉയരുന്നു എന്നതിന് അതിൻ്റെ ഒരു പരിഹാരം, അതിൻ്റെ എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് ഞങ്ങൾ പെരുമഴയത്ത് ഇറങ്ങിയതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് തോടാണോ റോഡാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ്. ഇത് പണ്ട് കാലത്ത് ഒരു തോടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്, പൂച്ചേരി തോട്, അതിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ആ തോട് അത് റോഡാക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ട്, അത് റോഡാക്കി മാറ്റിയത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നും നമുക്ക് നടപ്പാക്കാൻ കഴിയും. പാലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തോടുകൾ നികത്തിയിട്ടല്ല റോഡ് ഉണ്ടാക്കുന്നത്. അത് 970 മോഡൽ സിനിമാ നടന്മാരുടെ മീശ പോലെ വരമ്പത്ത് ചെറിയൊരു കാന ഉണ്ടാക്കി വെച്ചാലൊന്നും ഇത്തരത്തിലുള്ള വർഷങ്ങളായിട്ട് ഒഴുകിപ്പോകുന്ന വെള്ളം അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അത് കരകവിഞ്ഞ് ഒഴുകുന്നത്. അതിൻ്റെ ഫലമായി വ്യാപാരികൾക്കും അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് പാലത്തിൻ്റെ മോഡലിൽ, അതായത് അവിടെ കള്ളപ്പണികൾ നടക്കാൻ പാടില്ല. അപ്പോൾ അത് കാന തകർന്നിട്ട് എന്നും കാനയില്ല അല്ലെങ്കിൽ തോട്ടിൽ വീണ് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം സമയം നമുക്ക് നീക്കി വെക്കേണ്ടി വരും. ഇതിൻ്റെ പരിഹാരമെന്ന് വിദഗ്ധർ പറയുന്നത്
പാലം പണിയുന്ന രീതിയിൽ രണ്ട് സൈഡിലും കാന പോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കനമുള്ള സ്ലാബുകളിട്ട് താഴെ കൂടെ വെള്ളത്തെ ഒഴുക്കി വിടുകയും അപ്പോൾ ആ വീതിയിൽ തന്നെ തോടിനെ അതേ ലെവലിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വെള്ളത്തെ കടത്തി വിടുവാനും അതേസമയം തന്നെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, അതിനുള്ള അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹനിക്കാത്ത രീതിയിൽ മുകളിലൂടെയുള്ള യാത്രയും നമുക്ക് സുഗമമാക്കാൻ കഴിയും. ഇത്തരത്തിൽ ശാസ്ത്രീയമായ തിരിച്ചറിവുകളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് പാവർട്ടി സെൻറ്ററിലേതായാലും കേരളത്തിൻ്റെ തൃശ്ശൂർ ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അശാസ്ത്രീയമായി ഇത്തരം കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന തോടുകളും അതുപോലെ തന്നെ ചെറിയ അരുവികളും എല്ലാം നികത്തി അവിടെ റോഡ് ആക്കി അതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ നമ്മൾ കാണുന്നത് MG റോഡിൻ്റെ അവിടെ മേലെ കൺസീൽഡ് ആയിട്ടുള്ള സ്ലാബിൻ്റെ അവിടെ ഫില്ലായിട്ടുള്ള വെള്ളമാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൂച്ചേരി ആ തോടിലേക്ക്, പൂച്ചേരി തോടെന്നറിയപ്പെടുന്ന തോടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് സെൻട്രലിൽ നിന്ന്. അപ്പോൾ ഇവിടെ തന്നെ പൂച്ചേരി തോടിൻ്റെ ഭാഗങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയർന്ന സ്ഥലമാണ്, അവിടെ ഒരു കലിങ്ക് കെട്ടിയിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ടേക്ക് വെള്ളം, ആ കലിങ്കിൻ്റെ അപ്പുറത്തേക്ക് വെള്ളക്കെട്ട് വളരെ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ പൂച്ചേരി തോട് വളരെ വീതി കുറഞ്ഞതാണ് എന്ന് ആക്ഷേപം പലരും ഉന്നയിക്കുന്നുണ്ട്. വെള്ളക്കെട്ടിന് കാരണം പൂച്ചേരി തോടാണ്. അപ്പോൾ പൂച്ചേരി തോടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൂച്ചേരി തോടിൻ്റെ വശങ്ങളെല്ലാം വീതിയുണ്ട്. നമുക്കിവിടുന്ന് കാണുമ്പോൾ മുന്നോട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് വിഷ്വൽസിൽ ക്ലിയർ അല്ലാത്തത് കൊണ്ട് മുന്നിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെട്ടിട്ട് അത് നീക്കം ചെയ്താലല്ലാതെ ഈ പാവർട്ടിയിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ആ പൂച്ചേരി തോടിൽ നിന്ന് വരുന്ന വെള്ളം, എല്ലാ വെള്ളവും അത്രയും വീതിയുള്ള തോട്ടിലൂടെ കടന്നു വരുന്ന ആ പാവർട്ടിയെ ഫുള്ള് വെള്ളപ്പൊക്കത്തിലാക്കിയ വെള്ളം വരേണ്ടത് ഇന്ത്യൻ സ്റ്റീലിൻ്റെയും മുന്നിലൂടെയുള്ള ആ പാലത്തിൻ്റെ അടിയിലൂടെ വന്ന് സലഫി പള്ളി, കുബ്ബ പള്ളിയുടെ സൈഡിലുള്ള ഈ തോട്ടിലൂടെയാണ്, ഈ കാനയിലൂടെയാണ് ഇത്രയും വെള്ളം ഒഴുകിപ്പോകേണ്ടത്. ഈ 2.25 അടി താഴ്ച അല്ലെങ്കിൽ വീതി മാത്രമുള്ള ഈ കാനയിലൂടെ ഇത്രയധികം വെള്ളം ഒഴുകിപ്പോകുമെന്ന് കരുതുന്ന ആളുകളെ അവർക്ക് എഞ്ചിനീയർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കേണ്ടി വരും. ഇത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക്, അത് ബന്ധപ്പെട്ട അധികാരികൾക്ക്, പഞ്ചായത്തിനോ അതല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവരുടെ പരാജയമാണ്, അതല്ലെങ്കിൽ അവർ ആരുടെയോ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അല്ലാതെ ചില സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം, അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ക്രിസ്തീയ ദേവാലയമാണെങ്കിലും കയ്യേറ്റമെല്ലാം കയ്യേറ്റമാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ കയ്യേറ്റങ്ങളും അടിയന്തരമായിട്ട് ഒഴിവാക്കി ഈ തോടുകളെല്ലാം കൺസീൽഡ് ചെയ്ത് പുതിയ മോഡൽ ഹൈവേയിൽ നമ്മൾ കാണുന്ന പോലെയുള്ള 3-4 സൈഡും കവർ ചെയ്തിട്ടുള്ള സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു. അവർക്ക് തോടായിട്ട് കാണുകയില്ല, കുട്ടികൾക്ക് വീഴുന്ന അപകടം ഉണ്ടാവില്ല. മാത്രമല്ല അതിലൂടെ വെള്ളത്തിനെ പഴയ രീതിയിൽ വീതിയിൽ വളരെ സുഗമമായി സ്പീഡിൽ പോകാൻ കഴിയും. അപ്പോൾ ഇതേ രീതിയിലാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രധാന കാരണമായി നിൽക്കുന്നത് അതിൻ്റെ കൈവഴികളിലൂടെ പോകുന്ന തോടുകളുടെ അല്ലെങ്കിൽ കാനയുടെ ചെറുപ്പമാണെന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കണം. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള